ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പേടി ഉണ്ടായിരിക്കും. ഈ പേടിയെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പല കാര്യങ്ങളിലും ചിലപ്പോൾ ഒന്ന് പ്രസംഗിക്കാനായിട്ട്, ചിലപ്പോൾ ചില ആളുകളെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട്, ഈവൻ ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ ചില മൃഗങ്ങളെ കാണുമ്പോൾ ഒക്കെ നമുക്ക് പലതരത്തിലുള്ള പേടികൾ ഉണ്ടാവാറുണ്ട്. ഈ പേടികളെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അതിനുവേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള ഔട്ട്കമ്മിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസിനെ കുറിച്ച് ചിന്തിക്കുക. വിഷ്വൽസിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പ്രസൻറ്റേഷൻ എങ്ങനെയാവും, എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ, എനിക്ക് ഫ്ലുവൻസി ഇല്ലല്ലോ, എൻ്റെ ലാംഗ്വേജ് മോശമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ച് വിഷ്വൽസ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും, നിങ്ങളെ എല്ലാവരും വലിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നുകൊണ്ട്, വലിയ ഒരു ക്ലാപ്പൊക്കെ തന്നുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കുന്നതായിട്ടും, നിങ്ങൾ വലിയ രീതിയിൽ സക്സസ്ഫുൾ ആവുന്ന, പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ടും വിഷ്വലൈസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കിനെ കുറിച്ച് നിങ്ങൾ തന്നെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വിഷ്വലൈസേഷന്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിന്, തോട്ട് പാറ്റേണിന് വലിയ പവറുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന വലിയ ഒരു കാര്യത്തെ ചെറിയ സ്റ്റെപ്പുകളായി ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളോടൊരു മാരത്തോൺ ഓടാൻ പറഞ്ഞാൽ, അതായത് ഒരുപാട് കിലോമീറ്ററുകളോളം നിങ്ങൾക്ക് കവർ ചെയ്യണം, ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പേടിയാവാം. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് കഴിയില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനെ ചെറിയ സ്റ്റെപ്പുകളായി ഡിവൈഡ് ചെയ്താൽ വളരെ ഈസിയായി കുറച്ചു കാലം കൊണ്ട് നിങ്ങൾക്കൊരു മാരത്തോൺ ഓടി മുഴുമിപ്പിക്കാം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഓടാൻ സാധിക്കുന്നത് വെറും 10 മീറ്റർ മാത്രമായിരിക്കും. നാളെ അത് 20 മീറ്റർ ആക്കാം, 50 മീറ്റർ ആക്കാം, 100 മീറ്റർ ആക്കാം. പതിയെ പതിയെ അത് 1 കിലോമീറ്ററും 10 കിലോമീറ്ററും ഒക്കെ ആക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഭീകരമായിട്ടുള്ള ഒരു ടാർഗറ്റിനെ ചെറിയ ടാർഗറ്റുകളാക്കി മാറ്റുകയും, ആ ടാർഗറ്റുകളെ, ചെറിയ ടാർഗറ്റുകളെ അച്ചീവ് ചെയ്യുകയും, ആ അച്ചീവ്മെൻറ്റുകളെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടാകും, പേടി പതിയെ മാറ്റിയെടുക്കാം. അടുത്ത പോയിന്റ്, പലപ്പോഴും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൂതിങ് ആയിട്ടുള്ള ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഫോക്കസിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ, ഒരു മൈൻഡ്ഫുൾനെസ്സിനും ഫോക്കസിനും ഒക്കെ വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം എടുത്തുകൊണ്ട്, ഏകദേശം ഒരു 4-5 സെക്കൻഡ് എടുത്തുകൊണ്ട് ഒരു ബ്രീത്ത് ഇൻ ചെയ്യുക. അത്രയും സമയം തന്നെ വെച്ചുകൊണ്ട് ഒരു ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് ഒരു 4-5 തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ കുറേയും കൂടി ഫോക്കസ്ഡ് ആയിട്ടും, നിങ്ങൾ കുറച്ചുകൂടി കാമായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും കാണപ്പെടുമെന്നുള്ളത് സത്യമാണ്. 4ാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമുക്ക് ഫിയർ ഉണ്ടാകുന്നത് അജ്ഞത കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോറൻസ് കൊണ്ടാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ, നമ്മളതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഫിയർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ആളുകൾ ചോദിച്ചു തുടങ്ങുമ്പോഴേ നിങ്ങൾ പേടിച്ചു തുടങ്ങും. നിങ്ങൾ കൃത്യമായി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളെ കൃത്യമായി പഠിച്ചുകൊണ്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പേടി ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ 4 സ്റ്റെപ്പുകളിൽ ഏകദേശം പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനിയും പേടികൾ നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ, പേടികൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല, ഇതൊരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഒരു 3 മാസത്തെയോ 6 മാസത്തെയോ ഒക്കെ ടാർഗറ്റ് ഇട്ടുകൊണ്ട്, ഇത്തരത്തിൽ ചെറിയ സ്റ്റെപ്പുകളായി കാര്യങ്ങളെ ഡിവൈഡ് ചെയ്തുകൊണ്ട്, കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട്, പോസിറ്റീവായിട്ട് ആളുകൾ കാര്യങ്ങളെ എടുക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും പേടികളെ മാറ്റാം. ഒരു കാര്യം കൂടി പറയാം, പേടി പലപ്പോഴും നമുക്കുണ്ടാവുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നുള്ള ധാരണ കൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവർ ചിന്തിച്ചതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചേ തീരൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫാക്ടർ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നിങ്ങളുടെ ഗോൾസിനെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക. ഉറപ്പായിട്ടും ആ ഗോൾസ് അച്ചീവ് ചെയ്യപ്പെടും.